ആണ് വീഡിയോ എടുക്കുന്നത്. ചോക്ലേറ്റ് ആണ്ടോ. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് നല്ല ചൂട് നാടൻ പുട്ടും ചായക്കൂടി ഇങ്ങനെ വരും. അതിങ്ങനെ വന്ന് ഇവിടെ വരുമ്പോൾ അവർക്ക് കയ്യിൽ കിട്ടും. ഗൈസ് ഗുഡ് മോർണിംഗ്. സ്വിറ്റ്സർലൻഡിൽ നേരം വെളുത്തു. സ്വിറ്റ്സർലൻഡിൽ ഇപ്പോൾ രാവിലെ 6:30 അപ്പോൾ കുടിക്കാൻ വേണ്ടി വെള്ളം നോക്കിയപ്പോൾ വെള്ളം തീർന്നു. ഇന്നലെ രാത്രി വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തു. അപ്പോൾ വെള്ളം എടുക്കണമെങ്കിൽ താഴെ പോകണം. താഴെ പോയിട്ട് നമുക്ക് ഇവിടെ ഒരു കെറ്റിലുണ്ട്, ഒരു കോമൺ കെറ്റിലാണ്. അപ്പോൾ ആ കെറ്റിലിൽ വെള്ളം എടുത്ത് ചൂടാക്കി കൊണ്ടുവരാം നമുക്ക്. ഓക്കെ, നോക്കാം എങ്ങനെ ഉണ്ടാവുന്നു. പിന്നെ പുറത്തുനിന്നുള്ള ഈ ഹോട്ടലിൻ്റെ പുറത്തുനിന്നുള്ളൊരു വ്യൂ കാണിച്ചു തരാം. ഇവിടുത്തെ ഹോട്ടലിൻ്റെ കീ ഉണ്ട്, എക്കോ ഫ്രണ്ട്ലി വുഡൻ കീ ഉണ്ട്. അടിപൊളി സംഭവം. ഇവിടുത്തെ ലോണ്ടറി ഉണ്ട്. നമുക്കിവിടെ ലോണ്ടറി യൂസ് ചെയ്യാം. നമ്മുടെ കാർഡ് ഇവിടെ സ്വൈപ്പ് ചെയ്യണം. ലോണ്ടറി, ഡ്രയർ എല്ലാം ഇവിടെ യൂസ് ചെയ്യാം. പിന്നെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെള്ളം എടുക്കണമെങ്കിൽ എല്ലാ ടാപ്പിലെയും വെള്ളം നമുക്ക് പോർട്ടബിൾ വാട്ടറാണ്. എല്ലാ ടാപ്പിലെയും നമുക്ക് കുടിക്കാൻ പറ്റിയ വെള്ളമാണ് എല്ലാ ടാപ്പിലെയും. ഇവിടെ നിന്ന് എടുത്തിട്ട് നമുക്ക് ഇതിൽ വെച്ച് ചൂടാക്കാം. കെറ്റിൽ കോമണാണ്, എടുത്തുകൊണ്ട് പോകാതിരിക്കാൻ വേണ്ടി അവർ ഇവിടെ ലോക്ക് ചെയ്ത് വെച്ചേക്കണ്ട. അല്ലെങ്കിൽ ചിലപ്പോൾ റൂമിലേക്കൊക്കെ എടുത്തുകൊണ്ട് പോകും ആൾക്കാർ. അപ്പോൾ അതുകൊണ്ട് ഇതാണ് നമ്മൾ താമസിക്കുന്ന ഹോട്ടൽ കേട്ടോ, എബീസ് ബഡ്ജറ്റ് ഹോട്ടൽ, സൂറിച്ച് എയർപോർട്ട്. ഫ്രണ്ടിൽ രാവിലെ 6:30 കാഴ്ചയാണിത്. തൊട്ട് മുമ്പിൽ തന്നെ ട്രാം സ്റ്റേഷനാണ് കേട്ടോ. ഇവിടെ നമുക്ക് എങ്ങോട്ട് വേണമെങ്കിലും ട്രാം കിട്ടും. അനക്കണ്ടല്ലോ അനക്കണ്ട ആ പുകയൊക്കെ കണ്ടിട്ടുള്ള വായിന്ന്. ഓക്കെ ഗായ്സ്, അപ്പോൾ പുട്ട് നല്ല അടിപൊളി ചൂട് പുട്ട് ചൂടാക്കിയിട്ടില്ല. പിന്നെ ചിക്കൻ കറി, ചിക്കൻ സ്റ്റൂ. സ്വിറ്റ്സർലൻഡിൽ വന്നിട്ട് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടേസ്റ്റി നേബിൾസ് എന്ന് പറഞ്ഞൊരു അടിപൊളി ബ്രാൻഡാണ്. ഇതിൻ്റെ പ്രൊമോഷൻ കാര്യങ്ങളൊന്നും അല്ല കേട്ടോ. ഇത് ഞങ്ങൾ ട്രൈ ചെയ്തപ്പോൾ സംഭവം കൊള്ളാൻ തോന്നി, അതുകൊണ്ട് വാങ്ങിച്ചുകൊണ്ട് പോകുന്നതാണ്. ജസ്റ്റ് ചൂടാക്കിയാൽ മതി. മൈക്രോവേവിൽ വെച്ച് കുറച്ച് നേരം ചൂടാക്കിയാലും മതി. ഇല്ലെങ്കിൽ മൈക്രോവേവ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ ചൂടുവെള്ളം മതി. ചൂടുവെള്ളത്തിൽ കുറച്ച് നേരം ഇട്ടിട്ട് 4 മിനിറ്റ് ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടാൽ മതി. നല്ല ചൂട് നാടൻ പുട്ടും ചിക്കൻ കറിയും സ്റ്റൂ ഒക്കെ കൂട്ടി ഒരു പിടി പിടിക്കുന്നുണ്ട്. ഞങ്ങൾ കഴിച്ചു നോക്കിയേ. എങ്ങനെയുണ്ട്? കൊള്ളാമോ? ഇതെന്തായാലും പരിപാടി കൊള്ളാട്ടോ. അതിൻ്റെ പേരെന്താ പറഞ്ഞത്? ടേസ്റ്റി നിബിൾസ് എന്നൊരു ബ്രാൻഡാണ് കേട്ടോ. പ്രൊമോഷനായിട്ട് ആരും കൂട്ടരുത്. നിങ്ങൾക്ക് അതിൽ നിന്ന് 10 പൈസ കിട്ടിയിട്ടില്ല. സംഭവം കൊള്ളാം. ഇങ്ങനെയൊക്കെ ട്രാവൽ ചെയ്യുമ്പോഴേ നല്ലൊരു അല്ലേ, നല്ലൊരു ഓപ്ഷനാണ്. ഗുഡ് മോർണിംഗ്. അപ്പം ഞങ്ങൾ ഇന്ന് പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. സൂറിച്ചിലാണ്. സൂറിച്ച് ഇൻഫർമേഷൻ സെൻറ്ററിലേക്ക് പോകാനുള്ള ട്രാം വെയിറ്റ് ചെയ്തിരിക്കുകയാണ് കേട്ടോ. ഇപ്പം ഞങ്ങളുടെ ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇപ്പോൾ നിൽക്കുന്നത്. എബീസ് ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ തന്നെ നിൽക്കുന്നത്. അപ്പോൾ ട്രാം ജസ്റ്റ് റൈറ്റ് ഓപ്പോസിറ്റ് ഉണ്ട്. ഇനിയിപ്പോൾ ആ ഇൻഫർമേഷൻ സെൻറ്ററിൽ ചെന്ന് കഴിഞ്ഞിട്ട് വേണം നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് ഇൻഫർമേഷൻസ് ഒക്കെ കളക്ട് ചെയ്തിട്ട് വേണം ബാക്കിയുള്ള മൂവ്മെൻറ്റ് എങ്ങനെയാണെന്ന് നമുക്ക് തീരുമാനിക്കാം. അപ്പോൾ ബാക്കി വെൽക്കം ടു സൂറിച്ച് ഇന്റർനാഷണൽ എയർപോർട്ട് അല്ലേ. വെൽക്കം ടു സൂറിച്ച്. വെൽക്കം ടു സൂറിച്ച്. ഒരു എക്സൈറ്റ്മെന്റ് കൊണ്ടാണ് ആൾക്കാരൊന്നും വിചാരിക്കുന്നത്. SBB, ഈ SBBയിലാണ് നമ്മുടെ കംപ്ലീറ്റ് ഇൻഫർമേഷൻസ് നമുക്ക് ഗ്യാദർ ചെയ്യാൻ പറ്റിയ കേട്ടോ. ഇൻഫർമേഷൻസ് എല്ലാം കളക്ട് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ് FBB. ഇവിടെ നിന്നാണ് നമ്മുടെ സ്വിസ് ട്രാവൽ പാസിനെ പറ്റിയൊക്കെ അവർ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇവിടെ നിന്ന് തന്നെ നമുക്ക് പർച്ചേസിങ് ചെയ്യാം. അപ്പോൾ നമുക്കൊന്ന് കയറി നോക്കാം. ഇതിലേതെടുക്കുന്നു കൺഫ്യൂഷനായി അല്ലേ. ഇത് എനിക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. സ്വിറ്റ്സർലാൻഡ് അത് കൊള്ളാമല്ലോ. സ്വിറ്റ്സർലാൻഡ് ഓക്കെ. നമ്മൾ ഇതെടുത്തിരിക്കുന്നു.
സൂറിക്കില് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. ആ ചോക്ലേറ്റ് ഫാക്ടറി ലിൻഡിറ്റ് എന്ന് പറഞ്ഞൊരു ചോക്ലേറ്റ് ഫാക്ടറി ഉണ്ട്. അപ്പോൾ ചോക്ലേറ്റ് ഫാക്ടറി കാണാനുള്ള പോക്കാണ് ഞങ്ങൾ. അപ്പോൾ ഇവിടെയും പോസ്റ്റാണ്, നമ്മൾ എവിടെ പോയാലും പോസ്റ്റാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു ട്രെയിൻ പിടിച്ച് വേണം പോകാൻ. 2 സ്റ്റോപ്പുള്ള ട്രെയിൻ ഉണ്ട്. ഇപ്പോൾ ഞങ്ങളുടെ പുറകെ കാണുന്നൊരു ട്രെയിനുണ്ട്. ഈ ട്രെയിൻ അല്ല പോകുന്നത്, വേറൊരു ട്രെയിനാണ്. അപ്പോൾ അതൊരു അരമണിക്കൂർ കഴിയുമ്പോഴാണ്. അതിൽ കയറിയിട്ട് ഒരു സ്റ്റോപ്പുണ്ട്, ആ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ വേറൊരു ട്രെയിൻ എടുത്ത് വേറെ സ്റ്റോപ്പിൽ ഇറങ്ങി പിന്നെ ഒരു 10 മിനിറ്റ് നടക്കാനുണ്ട്. അപ്പോൾ നമ്മളെത്തും എവിടെയാണ്? ചോക്ലേറ്റ് ഫാക്ടറി, ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറി. ട്രെയിൻ യാത്രയ്ക്കിടെ ബോർഡി മാറ്റാൻ വേണ്ടി ഞങ്ങളുടെ മുമ്പിലിരിക്കുന്ന ഒരു മാഡം ചെറിയ ഹാൻഡ് ക്രാഫ്റ്റ് പരിപാടിയൊക്കെ ചെയ്യുന്നുണ്ട്. ഇവിടെ ഞാൻ ചോദിച്ചിട്ടുണ്ട് വീഡിയോ. എങ്ങയിൽ ഇറങ്ങിയിട്ടുണ്ട്. ഇനി എങ്ങയെന്ന് നമുക്ക് പോകേണ്ടത് കിൽസ്ബർഗിലാണ്, കിൽസ്ബർഗ് സൂറിച്ച്. അപ്പോൾ ഈ വന്ന ട്രെയിനിലാണ് നമ്മൾ പോകുന്നത് കേട്ടോ. ഞങ്ങൾ ഒരു സ്റ്റേഷൻ മുമ്പേ പോയി. അപ്പോൾ ഞങ്ങൾ ഒരു സ്റ്റേഷൻ മിസ്സായി. ഞങ്ങൾ വർത്താനമൊക്കെ പറഞ്ഞ് വീഡിയോ ഒക്കെ എടുത്തപ്പോൾ ഒരു സ്റ്റേഷൻ കവറായി പോയിട്ടോ. കുഴപ്പമില്ല. എന്നാലും ഈ 2 സ്റ്റേഷൻ്റെയും നടുക്കായിട്ടാണ് ഈ ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറി. അപ്പോൾ അതുപോലെ തന്നെ ഞങ്ങളിങ്ങനെ വഴിതെറ്റി ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് ഒരു ഫാമിലീനെയും കണ്ടത്. ഞങ്ങളുടെ പുറകെ തന്നെ ഈ ഫാമിലിയില്ലേ, അവരും വഴിതെറ്റി. അവരും ഇതുപോലെ തന്നെ ഞങ്ങൾക്ക് പറ്റി അതേ അബദ്ധം തന്നെ അവർക്കും പറ്റി. എന്നിട്ട് അവർ ബസ് നോക്കിക്കായിരുന്നു അങ്ങോട്ട് തിരിച്ചു പോകാൻ വേണ്ടി. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ബസ് നോക്കണ്ടപ്പോൾ GPS നോക്കിയപ്പോൾ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ ഒരു 9 മിനിറ്റ് നടക്കാനുള്ള ദൂരമുള്ളൂ. അപ്പോൾ തിരിച്ചങ്ങോട്ട് നടന്നാൽ പോരെ. അപ്പോൾ ഞങ്ങൾ ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറി ലക്ഷ്യമാക്കി നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൂക്ക എന്തെങ്കിലും പറയണോ? ഒന്നുമില്ല പറയാൻ. അതെ, സ്വിറ്റ്സർലൻഡിലെ തെരുവുകളിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താ മനോഹരമായ ബിൽഡിങ്സ് ആണ്. നോക്കി, ഇത് കണ്ടില്ലേ, പഴയ ബിൽഡിങ്സ് ഉണ്ടോ? ഇത് കണ്ടില്ലേ? ആഹാ, ക്ലോക്ക് ടവർ. ഇതിൻ്റെ തൊട്ട് പുറകിൽ ലേക്കാണ്ട. നടക്കാൻ കുറച്ചധികം ദൂരമുള്ളതുകൊണ്ട് ഞങ്ങൾ ബസ്സിന് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ കണ്ട ഫാമിലിയും ഇവിടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുത്തെ ബസ് സ്റ്റോപ്പാണ് സൂറിക്കിലെ ബസ് സ്റ്റോപ്പാണ് ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ വൈലത്ത് ബസ് കാത്തിരിക്കുന്ന ലൂക്കിൻ്റെ മമ്മയും ലൂക്കിൻ്റെ പപ്പയും സൂറിക്കിലെ സ്വിറ്റ്സർലൻഡിലെ ബസ്സിൻ്റെ അകത്താണ്ടോ. ഞങ്ങൾ ബസ് ഇറങ്ങി. ഇതിൻ്റെ നേരെ റോഡിൻ്റെ ഓപ്പോസിറ്റാണ് ലിൻഡിറ്റ് ചോക്ലേറ്റ് ഫാക്ടറി.